നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 32-ാം തിരുവചനം. പുഞ്ചിരിയോടെ ദൈവഹിതം പ്രവർത്തിക്കുന്നതത്രേ യഥാർത്ഥ പരിശുദ്ധി. നമുക്ക് നോക്കിയാലോ. നമ്മിൽ പലരും പല രീതിയിലുള്ള അഗ്നിപരീക്ഷകളിലൂടെ കടന്നുപോകാൻ ഇടവന്നിട്ടുള്ളവരാകാം. നമ്മുടെ മനസ്സാക്ഷിയുടെ നിയമത്തിന് ഉപരിയാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളിൽ അത് നിറവേറ്റാൻ ശക്തിയില്ലാതെ വല്ലാതെ പകച്ചു പോയിട്ടുണ്ടാവാം. എന്നാൽ ഒരു കാര്യം സത്യമാണ്. ആരെല്ലാം സ്വന്തം മനസ്സാക്ഷിയുടെ സ്വരത്തിന് ഉപരിയായി നിൽക്കുന്ന ദൈവഹിതം തിരിച്ചറിഞ്ഞ് അനുസരിച്ചോ അവരെല്ലാം അടുത്ത പടിയിൽ ദൈവം അത്ഭുതകരമായ വിധത്തിൽ രക്ഷിക്കുകയും ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. അബ്രാഹാമിനെ പോലെയും പരിശുദ്ധ മറിയത്തെ പോലെയും ഔസേപിതാവിനെ പോലെയും ഒക്കെ അത്ഭുതകരമായ സമർപ്പണം നടത്തിയ അനേകർ വിശുദ്ധ ഗ്രന്ഥത്തിൽ മാത്രമല്ല ഈ വിശ്വാസ യാത്രയിൽ നമുക്ക് ചുറ്റിലുമുണ്ട്. നാം അവരെ പലപ്പോഴും വിമർശിക്കുകയും കുറ്റം വിധിക്കുകയും കഠിന ശോധനകളിലൂടെ കടന്നുപോകുന്ന അവരുടെ ജീവിതത്തെ യഥാർത്ഥ സത്യമെന്തെന്ന് തിരിച്ചറിയാതെ നമ്മുടെ അല്പബുദ്ധി അനുസരിച്ച് വിധിച്ച് പ്രശ്നപൂരിതമാക്കുകയും ചെയ്യാറുണ്ട്. യഥാർത്ഥ സത്യത്തിന് മാത്രമേ നമ്മെയും അവരെയും വിമോചനത്തിലേക്കും സൗഖ്യത്തിലേക്കും നയിക്കാനാവൂ. നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുന്നു എന്ന് വചനം പറയുമ്പോൾ നമ്മുടെ ആന്തരിക നയനങ്ങൾക്ക് പ്രകാശം നൽകുമാറാകട്ടെ. സത്യവെളിച്ചം നമ്മുടെ പ്രബോധന തലങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. അങ്ങനെ നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരും യഥാർത്ഥ സ്വാതന്ത്ര്യയ്ക്ക് മറ്റുള്ളവരെ നയിക്കുന്നവരും ആയിത്തീരട്ടെ. ആമേൻ. നമ്മൾ പലതരത്തിലുള്ള അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുമ്പോൾ നമ്മൾക്ക് തീർച്ചയായിട്ടും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾക്ക് നമ്മൾക്ക് സാക്ഷിയാകാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.